നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർച്ച് 7-നാണ് US തങ്ങളുടെ പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതായത് പാകിസ്ഥാനിലോട്ട് യാത്ര അരുതെന്ന്. കൃത്യം 4 ദിവസം കഴിഞ്ഞപ്പോൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാസഞ്ചർ ട്രെയിനായ ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്തു. US നൽകിയ മുന്നറിയിപ്പ് എത്ര കൃത്യമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. നൂറുകണക്കിന് ആളുകളുമായി പോയ ട്രെയിൻ വിഘടനവാദികൾ തട്ടിയെടുത്ത സംഭവം ഒരുപക്ഷെ പാകിസ്ഥാനിൽ വലിയ ഞെട്ടലുണ്ടാക്കില്ല. ഭീകരാക്രമണം നിമിത്തം രക്തച്ചൊരിച്ചിലില്ലാത്ത ദിവസങ്ങൾ അവിടെ കുറവാണ് എന്നത് തന്നെ കാരണം. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ ട്രെയിനിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിച്ചതായി റിപ്പോർട്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി സായുധ സംഘടന ബന്ദിയാക്കിയ ട്രെയിൻ യാത്രക്കാരെ മുഴുവൻ മോചിപ്പിച്ചെന്നും രക്ഷാദൌത്യം അവസാനിപ്പിച്ചെന്നും പാക് സുരക്ഷാ സേന അറിയിച്ചു. സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് വെച്ചുകെട്ടി ട്രെയിനിലുണ്ടായിരുന്ന 33 BLA ചാവേറുകളെ വധിച്ചതായി സൈന്യം അവകാശപ്പെട്ടു. അതേസമയം 50 യാത്രക്കാരെ വധിച്ചതായി BLAയും പത്രക്കുറിപ്പിറക്കി. 21 യാത്രക്കാരും 4 സൈനികരും കൊല്ലപ്പെട്ടതായാണ് പാക് സൈന്യം അറിയിച്ചത്. ട്രെയിനിലെ എല്ലാ ബോഗികളിലും രക്ഷാസൈന്യം എത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയെന്നും സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ BLAയുടെ കൈവശം കൂടുതൽ ബന്ദികളുണ്ടോ എന്ന് വ്യക്തമല്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ സായുധ സംഘത്തിന്റെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. BLA തന്നെയാണ് ട്രെയിൻ തട്ടിയെടുക്കുന്നതിന്റെയും യാത്രികരെ ബന്ദിയാക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവിട്ടത്. ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടക്കുന്നതും തുടർന്ന് ഒളിഞ്ഞിരുന്ന BLA സായുധ സംഘം ജാഫർ എക്സ്പ്രസ് ട്രെയിനടുത്തേക്ക് ഇരച്ചെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ട്രെയിൻ വളഞ്ഞ് യാത്രക്കാരെ പുറത്തിറക്കി ബന്ദികളാക്കുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട്. റോഡോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത മലയിടുക്കാണ് ആക്രമണത്തിനായി BLA സംഘം തെരഞ്ഞെടുത്തത്. സൈനികർക്കോ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലമാണിത്. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ട്രെയിൻ റാഞ്ചൽ നടത്തിയിരിക്കുന്നത് എന്ന് പുറത്ത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെ പർവ്വത മേഖലയിൽ പാളം തകർത്ത ശേഷമാണ് ചൊവ്വാഴ്ച BLA ട്രെയിൻ പിടിച്ചെടുത്തത്. ക്വറ്റയിൽ നിന്ന് പെഷാവാറിലേക്കുള്ള ട്രെയിനിൽ 9 കോച്ചുകളായി 425 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 2 ലോക്കോ പൈലറ്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയച്ചതായി BLA അവകാശപ്പെട്ടെങ്കിലും ഇത് ശരിയല്ലെന്നാണ് പാക് അധികൃതർ അറിയിച്ചത്. ബന്ദികളായ യാത്രക്കാർക്കൊപ്പം ഓരോ കോച്ചിലും സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് വെച്ചുകെട്ടിയ ചാവേറുകൾ ഉണ്ടായിരുന്നതിനാൽ ഏറെ ശ്രമകരമായിരുന്നു രക്ഷാപ്രവർത്തനം. ട്രെയിൻ നിർത്തിയിട്ട സ്ഥലത്ത് കനത്ത വെടിവയ്പ് നടന്നു. പാക് ജയിലിലുള്ള ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും 48 മണിക്കൂറിനകം വിട്ടയക്കണമെന്നായിരുന്നു BLAയുടെ ആവശ്യപ്പെട്ടത്. പാക് സർക്കാരിനെതിരെ സായുധ സമരം നടത്തുന്ന BLA കഴിഞ്ഞ നവംബറിൽ ക്വറ്റ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരാഴ്ച മുമ്പ് പുറത്തിറങ്ങിയ രാജ്യാന്തര തീവ്രവാദ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. 1 വർഷം കൊണ്ട് 2 റാങ്കുകൾ മെച്ചപ്പെടുത്തിയാണ് അവർ വളർന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും അശാന്തമായ രാജ്യങ്ങളിൽ ഒന്നിന്റെ അയൽക്കാരാണ് നമ്മൾ എന്ന് അർത്ഥം. ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് ഖൈബർ പഖ്തൂൺഖ്വയിലെ പെഷാവറിലേക്ക് സഞ്ചരിച്ച ജാഫർ എക്സ്പ്രസ് ബലൂച്ച് വിഘടനവാദികൾ പിടിച്ചെടുത്തത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. 9 ബോഗികളായ ഏകദേശം 400 യാത്രക്കാരായിരുന്നു ട്രെയിനിലുണ്ടായിരുന്നത്. തുരങ്കത്തിനുള്ളിലേക്ക് ട്രെയിൻ പ്രവേശിച്ചപ്പോൾ വെടിവയ്പുണ്ടായെന്നും അതോടെ ട്രെയിൻ നിർത്തിയെന്നുമാണ് ആദ്യം വന്ന റിപ്പോർട്ട്. അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടത് പാളം തെറ്റിച്ച് എക്സ്പ്രസ് ട്രെയിനിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു എന്നാണ്. യാത്രക്കാരിൽ 180ഓളം പേരെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ബന്ദികളാക്കിയത്. പാക് സൈനികരും പോലീസുകാരും ഉൾപ്പെടെയാണിത്. 20ഓളം സൈനികരെ വധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ബന്ദികളെ മോചിപ്പിക്കാൻ പാക് സൈന്യം ഓപ്പറേഷന് ശ്രമിച്ചാൽ എല്ലാവരെയും വധിക്കുമെന്ന ഭീഷണിയും ബലൂച്ച് ലിബറേഷൻ ആർമി മുഴക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബലൂചിസ്ഥാൻ പോരാളികൾ വലിയ തോതിൽ ആയുധ സാമ്പത്തിക ശക്തിയായി എന്നത് സത്യമാണ്. പാകിസ്ഥാന്റെ പേടിയും ഇത് തന്നെയാണ്. സ്വന്തം രാജ്യത്തു നിന്നും ബലൂചിസ്ഥാൻ സ്വതന്ത്രമായാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഏറെക്കുറെ നാമാവശേഷമാകും. ജനസംഖ്യാപരമായി പാക് ജനതയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ബലൂചിസ്ഥാനിലുള്ളത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഏറെ വലുതാണ് ഈ പ്രവിശ്യ. മാത്രമല്ല പാകിസ്ഥാന്റെ സാമ്പത്തിക കുതിപ്പിന് വളമേകാൻ പാകത്തിനുള്ള നിക്ഷേപം ബലൂചിസ്ഥാൻ മണ്ണിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അസ്ഥിരമായ പാക് മണ്ണിൽ നിക്ഷേപം നടത്താൻ ചൈനയെ പ്രേരിപ്പിക്കുന്നത് ബലൂചിസ്ഥാനിലെ നിധിയാണ്. എന്നാൽ തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറാൻ ചൈനക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന
എന്ന തിരിച്ചറിവ് ബലൂചിസ്ഥാനികൾക്കുണ്ട്. അടുത്ത കാലത്തായി ചൈനീസ് എഞ്ചിനീയർമാർക്കും അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും വലിയ ആക്രമണങ്ങൾ BLA നടത്തിയിട്ടുണ്ട്. 3 വശങ്ങളിലും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. ഒരു വശത്ത് ഇന്ത്യയും മറുവശത്ത് അഫ്ഗാനിസ്ഥാനും, അതിർത്തി പങ്കിടുന്ന ഷിയ മുസ്ലിങ്ങൾ ഏറെയുള്ള ഇറാനും, രാജ്യത്തിനകത്താണെങ്കിൽ BLAയും പാകിസ്ഥാൻ താലിബാൻ പോലെയുള്ള വിഘടനവാദികളും. ഇതിനൊപ്പം രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം ചേർന്ന് പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതമാണ്. ഹമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സർക്കാരിനെ വീഴ്ത്തി മതഭരണം നടത്തുന്ന താലിബാനെ അധികാരത്തിലെത്തിക്കാൻ പാക് ഭരണകൂടം അകമഴിഞ്ഞ സംഭാവന നൽകിയിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെ അഫ്ഗാനിലെ താലിബാൻ പാകിസ്ഥാനെതിരാകുന്നതാണ് കണ്ടത്. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ പാക് സൈന്യവും താലിബാനും പരസ്പരം അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തിയ സംഭവങ്ങളും ഉണ്ടായി. അടിക്കടി ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പണ്ടേ ദുർബലമായ പാക് സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിച്ചു. രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത്. ആകെയുള്ള വിദേശ നിക്ഷേപം ചൈനയുടേത് മാത്രമാണ്. അവരാകട്ടെ കടം നൽകി തന്ത്രപ്രധാന മേഖലകളിൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നത് ജനങ്ങളുടെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ പാകിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് എറിയപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇതിനോടകം നൽകുന്നത്.